വേഗം തിരികെ തായേൻ പുറപ്പെടുന്നേ. എനിക്ക് ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയത് ഒരാള് അത് വെച്ചിട്ട് പൂജ ചെയ്യുന്നത് ലാലേട്ടൻ മുണ്ട് മടക്കി അടിക്കുന്ന സീനിൽ നമ്മുടെ പാട്ട് വരാന്ന് പറഞ്ഞ ഒരു ആരാധികയ്ക്ക് ഇതിൽ പരം നമ്മളെ തന്നെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ടഫസ്റ്റ് ജോലി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഈ പാട്ട് ഞാൻ അതിനൊരു 1.5 വർഷം മുന്നേ സ്ക്രാച്ച് പാടിയതാണ്. കിളിയെയും അങ്ങുവാനക്കോണിലൊക്കെ. ആട് വണ്ട് ഞാൻ ഷാജി പാപ്പനും എല്ലാരെയും ഭയങ്കരമായിട്ട് ഫോളോ ചെയ്ത ഒരാളാണ്. അപ്പൊ എനിക്കും ക്യൂരിയോസിറ്റി ആയി. പക്ഷെ ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഷാനിക്ക പറഞ്ഞുള്ളൂ. ട്രെയിലറൊക്കെ വരുമ്പോ ആദ്യം ഇങ്ങനെ ആ സംഭവം പാടിയത് എന്റെ വോയിസ് ആയിരുന്നു. ഡീപ് ഡൈവിൽ ഇന്ന് നമ്മോടൊപ്പം പ്ലേബാക്ക് സിംഗർ അനില രാജീവ്. നമസ്കാരം. നമസ്കാരം അനില. ഞാൻ അനിലെ കാണുമ്പോൾ ഏറ്റവും അധികം ചോദിക്കണം എന്ന് വിചാരിച്ചൊരു കാര്യമുണ്ട്. അതായത് ഈയിടെയായിട്ട് പാടുന്ന പാട്ടൊക്കെ അപ്പോൾ വേണമെങ്കിൽ സുഖിപ്പിച്ച് എനിക്ക് പാടുന്ന പാട്ടെല്ലാം ഹിറ്റായല്ലോ എന്ന് എനിക്ക് പറയാം. പക്ഷെ അങ്ങനെയൊന്നും പറയുന്നില്ല. ഈയിടെയായിട്ട് പാടുന്ന പാട്ടെല്ലാം വൈറലാവുന്നുണ്ട്. എന്ത് തോന്നുന്നു അങ്ങനെ? ഒരുപാട് സന്തോഷം. ഒത്തിരി കഷ്ടപ്പെട്ട് വന്നൊരു പാട്ടാണ്. സോ അങ്ങനെ ഹിറ്റ്സ് വരുന്നതിൽ ഒരുപാട് സന്തോഷം. നാച്ചുറലി ഈ സോഷ്യൽ മീഡിയയിലെ ഇപ്പോൾ അനില പാടുന്ന പല പാട്ടുകളും വളരെ ട്രെൻഡിങ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് പേമാരി തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പേമാരി എന്നുള്ള പാട്ട് അത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് തരംഗം ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ തരംഗമൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ പൊതുവെ? പിന്നെ ഞാൻ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റീൽസ് ഒക്കെ കാണാറുണ്ട്. ഓൾസോ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ അയച്ചു തരാറുണ്ട്. ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള റീൽസ് ചിലത് കാണാറുണ്ട്. ചിലത് ഭയങ്കര എസ്തെറ്റിക് ആയിട്ടുള്ള സാധനങ്ങളിൽ ഒരുപാട് ഈ സോങ് യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടു. പിന്നെ സ്പോർട്സിൻ്റെ ഇതിൽ വിരാട് കോഹ്ലിയുടെ ഒരുപാട് റീൽസിൽ കണ്ടു. പിന്നെ ഒരുപാട് ഗെയിംസിൻ്റെ ഇതിൽ കണ്ടു. പക്ഷെ എനിക്ക് ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയത് ഒരാള് അത് വെച്ചിട്ട് പൂജ ചെയ്യുന്നത് ഞാൻ ചോദിക്കാൻ പറ്റുന്നത്. അതായത് പുള്ളി വിചാരിച്ചിരിക്കുന്നത് ഭക്തിഗാനമാണെന്നാണ്. ഭക്തിഗാനാന്ന് വിചാരിച്ചിട്ട് പേമാരിയൊക്കെ പാടി ഞാൻ ജയ്ക്ക് സാറിന് ഷെയർ ചെയ്തു. എല്ലാരും ചിരിക്കായിരുന്നു. രണ്ടുപേരും നമുക്ക് വേണ്ടി പാടാവോ പേമാരിയുടെ? കാരണം ആ ഒരു പവറാണ് ആ സിനിമയെ ഭയങ്കരമായിട്ട് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അനിലയുടെ ശബ്ദവും ആ മൂഡും എല്ലാം കൂടി വരും. ഇപ്പൊ നമുക്ക് നേരിട്ട് കേട്ടാൽ അതിന് സന്തോഷം. പേമാരി ഇവനായേ തായ പോൽ പിടയ് പോയോർ ഒരയല്ലമേ നീ വേഗം തിരികെ തായേൻ പുറപ്പെടുന്നേ. നോവിൻ ചെരിവിൽ നിന്നേ ചോര പുറപ്പെടുന്നേ. അന്തസ്. അല്ല, ഇത് ഈ ഒരു പാട്ട് പാടാൻ വേണ്ടി ജയ്ക്ക് ചേട്ടന്റെ കൂടെ എനിക്ക് തോന്നുന്നു ഇതിനു മുന്നേയും വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാട്ട് പാടുന്നതിന് മുന്നേയും ഇല്ല, ആദ്യമായിട്ട് ജയ്ക്ക് സാറിന്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ഈ ഒരു പാട്ടിലാണ്. ഞാൻ വിചാരിച്ചു ജയ്ക്ക് ചേട്ടന്റെ കോറസിലൊക്കെ പാടിയിട്ടുണ്ടാവും. അല്ല അങ്ങനെ ചെയ്തിട്ടില്ല. ഇല്ല. അപ്പൊ എങ്ങനെയായിരുന്നു ജയ്ക്ക് ചേട്ടന്റെ ഒരു ബ്രീഫിംഗ്? എങ്ങനെയായിരുന്നു ഈ പാട്ട് എങ്ങനെ പാടണം, നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളൊരു? ഇത് ബേസിക്കലി ഇതിന്റെ ഒരു മൂഡ് ഒരു പവർഫുൾ സംഭവമാണ്. ഈ ഫിലിമിൽ തന്നെ ഒരു മെറ്റഫർ വോയിസ് പോലാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഒരു കാടിന്റെ ശബ്ദം അല്ലെങ്കിൽ ഒരു നേച്ചറിന്റെ ശബ്ദം അതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ജയ്ക്ക് സാറിന്റെ ടീമിലെ ഒരുപാട് മൈൻഡ് സ്കോറിലുള്ള എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ പാടി അതിന്റെ കറക്ഷൻസ് ഒക്കെ പറഞ്ഞു തന്നു. പിന്നെ അതിന്റെ ഒപ്പം തന്നെ ഫസ്റ്റ് പാടുന്ന പേമാരിയാണ്. സെക്കൻഡ് ലാലേട്ടൻ ബാത്റൂമിൽ ഇങ്ങനെ വീണ് കരയുന്ന ഒരു സീനുണ്ട്. അതിൽ ദൈവേ എന്ന് പറഞ്ഞൊരു ബിറ്റ് ഉണ്ട്. അപ്പൊ ഇത് രണ്ടുമാണ് എന്നെ ആദ്യം വിളിച്ച് പാടിക്കുന്നത്. അപ്പൊ ഞാൻ പാടി അങ്ങനെ വിട്ടു. അത് കഴിഞ്ഞിട്ട് ജയ്ക്ക് സാർ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഈ പറഞ്ഞാലും ഞാൻ അങ്ങനെ ഒരുപാട് ഹോപ്പ് അങ്ങനെ വെക്കാറില്ല. നമ്മൾ പല വർക്ക്സും പാടും, ചിലത് വരും ചിലത് വരില്ല. സോ ഇങ്ങനെ വിട്ടു. പിന്നീട് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് നീ പാടിയിട്ടുണ്ടോ തുടരുമ്പോൾ പാട്ട് റിലീസായി എന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴാണ് ഇതൊരു സോങ് ആണോ, ഇത് ആണോ സോങ് ആണോ എന്താണെന്നുള്ളത് ഒരു ഐഡിയ പാടുമ്പോ ഇല്ലായിരുന്നു. പിന്നീടാണ് മനസ്സിലായത്. നോക്കുമ്പോ താഴെ ഒരുപാട് കമന്റ്സ് ഇത് കാര്യങ്ങളൊക്കെ വരുന്നു. ഇത് ഒരു വൈറൽ ഇതിലേക്ക് പോകുന്നു.
സോ ഹാപ്പി. തിയേറ്ററിൽ കണ്ടപ്പോ തോന്നി ലാലേട്ടൻ ഇങ്ങനെ? അയ്യോ, ഞാൻ വലിയൊരു ലാലേട്ടൻ ഫാനാണ്. അപ്പോ എന്താ പറയാ, ലാലേട്ടൻ മുണ്ട് മടക്കി അടിക്കുന്ന സീനിൽ നമ്മുടെ പാട്ട് വരാന്ന് പറഞ്ഞ ഒരു ആരാധികക്ക് ഇതിൽ പരം വേറെ ബോണസ് ഇല്ല. ബോണസ് ഇല്ല. ഗൂസ് ബംസ് ആയിരുന്നു. ഇപ്പോ അനിലയുടെ ഒരു ജേർണി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോ നമുക്കറിയാം ലിവിങ് ടുഗദറിലാണ് അനില എം ജയേന്ദ്രൻ സാറിന്റെ പാട്ട് പാടിയാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് ദിബു നൈനാന്റെ പോകാതെ എന്നുള്ള പാട്ട് വരെ ഒരു ഗ്യാപ്പ് ഉണ്ട്. എവിടെയായിരുന്നു? എവിടെ ഗ്യാപ്പ് എന്തിനെടുത്തത്? ഇത് ഫസ്റ്റ് പാട്ട് വരുന്നത് ശരിക്കും ഇങ്ങോട്ടാണ്. അത് ഫാസിൽ സാറ് ആലപ്പുഴക്കാരനാണ്, എന്റെ അച്ഛൻ ഡോക്ടറാണ്. ഫാസിൽ സാറ് ആലപ്പുഴയില് അച്ഛനെ കാണാനായിട്ട് എന്തോ ഒരു ചികിത്സയ്ക്ക് വന്നപ്പോഴാണ് മോള് പാടും എന്ന് പറഞ്ഞത്. ഞാൻ അങ്ങനെ സാറിന്റെ വീട്ടിൽ പോയി പാടി കേൾപ്പിച്ചു. അങ്ങനെ അത് ത്രൂ ആയി എം ജയചന്ദ്രൻ സാറിന് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് പാട്ട് അങ്ങനെ വന്നേ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻജിനീയറിംഗ് ആയി, എൻ്റെ ജോലിയായി, അങ്ങനെ അങ്ങ് ആ ഒരു വേയിൽ പോയി. പാട്ട് എപ്പോഴും ഓൾവേസ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു ആർക്കും ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് ഇത് എടുത്ത അങ്ങനെ യാതൊന്നും ഇല്ല. ഒരു സാധാരണ സെക്യൂർഡ് ജോബ് എന്നുള്ളൊരു സംഭവമായിരുന്നു. അപ്പം ഞാൻ എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് റിയാലിറ്റി ഷോ പോട്ടെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴത്തേക്ക് എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് ആയി. അപ്പൊ ഇതിന്റെ കൂടെ എന്തെങ്കിലും ചെയ്തോളൂ, അല്ലാണ്ട് ഇത് ഇട്ടിട്ട് പോകണ്ടെന്നുള്ളൊരു സംഭവമായിരുന്നു അന്ന് വീട്ടില്. പിന്നീട് ഞാൻ അമൃതയുടെ ഒരു സൂപ്പർ സ്റ്റാർ റിയാലിറ്റി ഷോയിൽ ഞാൻ ഫൈനലിസ്റ്റ് ആയിരുന്നു. അത് ഇൻഫോസിസിന്ന് ലീവൊക്കെ എടുത്തിട്ട് ഞാൻ പോയി. ഗന്ധർവ സംഗീതം അതിന് മുന്നേ ആയിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ പോയി. അവിടെ വെച്ചിട്ടാണ് ശരത് സാറിനെ ഒക്കെ പരിചയപ്പെടുന്നതും അൽഫോൺസ് സാറിനെ ഒക്കെ. അവരൊക്കെ ജഡ്ജസ് ആയിരുന്നു. അപ്പൊ അതും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നീട് വീണ്ടും ഞാൻ ജോലി മാറി ചെന്നൈ മാരേജ് ഒക്കെ കഴിഞ്ഞ് ചെന്നൈയിൽ പോയി. അവിടെ ചെന്ന് എനിക്ക് താങ്ങാൻ പറ്റാത്ത വർക്ക് പ്രഷറായി. അപ്പോൾ ഏകദേശം ഒരു പരിപാടി ഇതല്ല എന്നുള്ള സംഭവം മനസ്സിലായി. എപ്പോഴും മ്യൂസിക് മനസ്സിലും ഉണ്ട്, എന്നാൽ ഇത് വയ്യാന്നുള്ളൊരു ഇതിൽ ഞാൻ ജോലി ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഹസ്ബൻഡും സപ്പോർട്ടായിരുന്നു. എന്തായാലും നിനക്ക് പാട്ട് തന്നെയാണ് വേണ്ടത്, എന്നാൽ പിന്നെ ചെന്നൈ പോലെ ഇത്ര ഒരു മ്യൂസിക്കൽ വൈബുള്ളൊരു സ്ഥലം വേറെ ഇല്ല, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. ദിബുവിലേക്ക് എത്തുന്നത് അങ്ങനെയാണ്. കപിലിനെ ഞാൻ അവിടെ വെച്ച് പരിചയപ്പെട്ടു, സിംഗർ കപിലിനെ. അപ്പൊ കപിൽ ത്രൂ ആണ് ദിബു ചേട്ടനിലേക്ക് എത്തുന്നത്. അപ്പോൾ ദിബു ചേട്ടൻ്റെ ഒരു തമിഴ് മൂവി നദി എന്ന് പറഞ്ഞ മൂവിയിൽ പോകാതെ എന്ന് പറഞ്ഞ സോങ് അത് പാടിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരുപാട് ദിബു ചേട്ടൻ്റെ സോങ്സിൽ സ്ക്രാച്ച് വേർഷൻസ് ഒക്കെ ഞാൻ പാടിയൊക്കെ. ആ കോവിഡിന്റെ സമയത്തൊക്കെ നമ്മൾ കൂടുതലും എല്ലാവരും റിമോട്ടായിട്ടാണല്ലോ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ പാടി അയക്കാനുള്ള ഒരു അതുമൊക്കെ ഒരു എന്താ പറയുക നല്ല ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുണ്ടായിരുന്നു. അങ്ങനെ വന്ന പാട്ടാണ് കിളി. അത് സ്ക്രാച്ച് പാടിയതാണ്. അതും അങ്ങുവാനെ കൊണ്ട് രണ്ടും സ്ക്രാച്ച് പാടിയതാണ്. നേരെ മലയാളത്തിലേക്ക് വന്നല്ല, തമിഴ് ഒരു കണക്ഷൻ വഴിയാണ് മലയാളത്തിലേക്ക് വന്നത്. ഇപ്പൊ ഞാൻ പെട്ടെന്ന് ആലോചിക്കുന്നു, പോകാതെ എന്നുള്ള പാട്ടിന് ശരിക്കും വേണ്ട അപ്രിസിയേഷൻ കിട്ടിയോന്ന് ചോദിച്ചാൽ കിട്ടിയിട്ടില്ല. അപ്പോ ഇതേപോലെ തന്നെ ഇപ്പോ അനില പാടിയിട്ടുള്ളതോ അല്ലെങ്കിൽ അനിലയ്ക്ക് തോന്നിയിട്ടുള്ളതായിട്ടുള്ള വേറെ പാട്ടുകൾ ഉണ്ടാവില്ല? ഇപ്പോ കുറച്ചുകൂടി സ്നേഹം, കുറച്ചുകൂടി അപ്രിസിയേഷൻ കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള തോന്നിയിട്ടുള്ള ഒബ്വിയസ്ലി പോകാതെ അതില് ഞാൻ നമ്പർ 1 പറയും. കാരണം ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ പാടിയ പാട്ടാണ്. നല്ലപോലെ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്ത് പാടിയ ഒരു സോങ്ങും കൂടെയാണ്. അപ്പൊ അത് ആ പറഞ്ഞ പോലെ മൂവി അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. പക്ഷെ മേ ബി എപ്പോഴെങ്കിലും അത് പൊങ്ങി വരുമായിരിക്കും തോന്നുന്നു. നമുക്കുണ്ട് അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പോർഷൻ? കാരണം പോകാതെ ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഡീപ് ഡൈവിൽ കേൾക്കുമ്പോഴായിരിക്കും ഒരാൾ അങ്കി ഒന്ന് റീവിസിറ്റ് ചെയ്യണമല്ലോ പടം തോന്നുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഏറ്റവും ഇഷ്ടമുള്ള പോർഷൻ. போகாதே நெஞ்சே உன்னை கெஞ்சி கேட்கிறேன், போகாதே நீ போகாதே, பாராதே கண்ணை உன்னை மூட சொல்கிறேன், பாராதே பாராதே, சிறகுகள் விரிந்து வானோக்கி மேல போவதென்ன, கனவுகள் விரிந்து காற்றோடு காற்றாய் போனதென்ன, என் வெள்ளை உள்ளத்தில ஒரு கள்ளம் கால் வைக்குது, ஓ என்றாலும் பொல்லாத இன்பம் முழுறுதே, வானவில்லை காணவில்லை, வண்ணமேழும் போதவில்லை, ஓவியங்கள் வாடலாமா, தென்றல் ஒன்றை காணவில்லை,
தேடி வந்த காற்றின் சொல்லை உண்மை என்று നമ്പലാമാ. ഓ ദീപുവിനെ ഒരു കൈയടിയിരിക്കണം അല്ലേ? എന്ത് രസമുള്ള കോമ്പോസിഷൻ. പക്ഷേ സോങ് ആണ്. അതിന്റെ പ്രൊഡക്ഷൻ ഒക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. താമരയും നാമാണ് എഴുതിയിരിക്കുന്നത്. നമ്മളാ പാട്ടിങ്ങനെ കേട്ട് വരുമ്പോഴത്തേക്കും ആക്ച്വലി അത് ഞാൻ കുറെ വർഷം, അതായത് പടം ഇറങ്ങിയ സമയത്തും അതിനകത്ത് പക്ഷേ ഏറ്റവും കൂടുതൽ പുഷ് ചെയ്യപ്പെട്ടത് വേറൊരു പാട്ടാണ്. ആക്ച്വലി അത് വേറെ പുഷ് ചെയ്യപ്പെട്ടത്. പക്ഷെ ഈ പാട്ട് ഞാൻ കേൾക്കുമ്പോഴൊക്കെ ആലോചിച്ചു എന്തൊരു മനുഷ്യനാണ് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ചേട്ടൻ ബ്രില്യന്റ് മ്യൂസിഷ്യനാണ്. തുടർന്ന് എല്ലാം പൊന്നാക്കുന്ന ഒരു മ്യൂസിക്. എനിക്ക് തോന്നുന്നു ഇതേപോലെ തന്നെ നല്ലൊരു ബന്ധം കപിലനായിട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അതേപോലെ എനിക്ക് തോന്നുന്നു സഞ്ജിത് ഹെഗ്ഡെ ആയിട്ട് ഇപ്പൊ ദുപ്പട്ടാവാലിയേക്കാളൊക്കെ മുന്നേ ഹിപ്പ് ഹോപ്പ് തമിഴായിട്ട് ഞാനൊരു പാട്ടിൽ അതിന്റെ ഒരു മലയാളം ഒരു പോർഷൻ ഞാൻ പാടിയിട്ടുണ്ട്. സഞ്ജിത്ത് ആണ് അതിൽ മെയിൻ പാടിയിരിക്കുന്നത്. പക്ഷെ അന്ന് എനിക്ക് സഞ്ജിത്തിനെ ആ ടൈമില് അല്ല, അതിനു മുന്നേ സരിഗമപ്പ റിയാലിറ്റി ഷോയിൽ ഞാൻ ചെന്നൈയിലായിരിക്കുന്ന സമയത്ത് ഞാനും സഞ്ജിത്തും അതിനകത്ത് കണ്ടസ്റ്റൻസ് ആയിരുന്നു. അപ്പൊ അങ്ങനെ സഞ്ജിത്തിനെ പരിചയമുണ്ട്. ശരി, നമുക്ക് അവിടെ ദുപ്പട്ടാവാലിയും നമുക്ക് അതേപോലെ തന്നെ നമ്മളുടെ ARMലെ പാട്ടിന്റെ കാര്യമൊക്കെ നമുക്കൊന്ന് ഒരു ചെറിയ പോസ്റ്റ് ഇട്ട് നമുക്ക് തിരിച്ച് നമുക്ക് ഈ ജേർണിയെ കുറിച്ചൊന്ന് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ പാട്ടുകളെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് കഥ നമുക്ക് വേണം കേട്ടോ. അതിന്റെ മുന്നേ ചോദിക്കുകയാണ്, ഭയങ്കര പാട് പിടിച്ചൊരു യാത്രയായിട്ടുണ്ടായിരുന്നില്ലേ? കാരണം എല്ലാ ദിവസവും ഈ ഡെമോ ആയിട്ട് പോകേണ്ടി വരും, പലരെ കാണേണ്ടി വരും, കോൺഫിഡൻസ് പോകുന്നു, ചിലപ്പോൾ കരഞ്ഞിട്ടുണ്ടാവുമായിരുന്നു ഒരുപാട്. അതൊക്കെ എങ്ങനെ തരണം ചെയ്തേ? ഇപ്പൊ ഈ ഹിറ്റ് എന്ന് നമ്മൾ പറയുന്നതിനേക്കാൾ അതിന്റെ ഒപ്പം തന്നെ ഇതൊക്കെ ഇല്ലേ? തീർച്ചയായിട്ടും. അതായത് എനിക്ക് ബേസിക്കലി ഫാമിലിയിൽ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല. ആൻഡ് എനിക്ക് ചെന്നൈ ചെന്നിട്ടും ഭാഷ അറിഞ്ഞൂടാ, വഴി അറിഞ്ഞൂടാ, ആരെയാണ് കാണേണ്ടത്, ആരെ കണ്ടാലാണ് ഇതിൽ എന്തെങ്കിലും ഗുണമുണ്ടോ. ചിലരെയൊക്കെ പോയി കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല അവര് മ്യൂസിക് തന്നെ ആണോ എന്ന് പോലും അറിയില്ല. അങ്ങനത്തെ അനുഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾക്ക് വല്ലാത്ത ഹ്യൂമിലിയേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഹസ്ബൻഡ് വരെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനത്തെ നടത്തുന്നു ഇനി പോണ്ട എന്നുള്ള ഇതില് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അതൊക്കെ നമ്മളുടെ ജേർണിയിൽ നമുക്കൊരു ഒരു കറേജ് നമുക്ക് തരും. ഇങ്ങനത്തെ മോശം അനുഭവങ്ങൾ ഓൾസോ നമുക്കൊരു കറേജ്, ഇത് ഫേസ് ചെയ്യാമെങ്കിൽ നമുക്കിനി എന്തും ഫേസ് ചെയ്യാന്നുള്ളൊരു സംഭവം കിട്ടും. ഓൾസോ നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ ശരത് സാറ് ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഔസേപ്പച്ചൻ സാറിനെ ചെന്നൈയിൽ മീറ്റ് ചെയ്യാൻ പോയി. അപ്പോൾ അന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പോലെ ഒന്നുമല്ല, അന്നൊക്കെ എനിക്ക് മുടിൻ്റെ ടെൻഷനാണ്. ഞാനിങ്ങനെ വരച്ച് പാട്ടൊക്കെ പാടി കേൾപ്പിച്ചു സാറിനെ. അത് കഴിഞ്ഞിട്ട് സാറ് തന്നെ കമ്പോസ് ചെയ്ത ഔസേപ്പച്ചൻ സാർ എന്തോ ഒരു ഫോക്ക് ബിറ്റ് അതിനകത്ത് ഇങ്ങനെ പാടാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് പാടിയപ്പോൾ സാറ് പറഞ്ഞേടോ തൻ്റെ വോയിസിന് ഫോക്ക് നന്നായിട്ട് ഇണങ്ങുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ സാറ് പറഞ്ഞു. അപ്പോൾ അന്ന് ഞാൻ ഇങ്ങനെ അങ്ങനെ ഒരു ജോണറിലുള്ള പാട്ടോ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് ട്രൈ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ പിന്നീട് ഞാൻ ഈ പേമാരിയൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ റിമൈൻഡ് അടിച്ച് നോക്കിയപ്പോഴാണ് ശരി, അതാണ് അവരുടെ ഒക്കെ ബ്രില്യൻസ് എന്ന് പറയുന്നത്. അന്ന് തന്നെ ഔസേപ്പച്ചൻ സാറിന് നമ്മളുടെ അകത്ത് എന്താണ് ബെസ്റ്റ് എന്നുള്ളത് ആ ഒരു ജഡ്ജ്മെന്റ് ഇപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്. അതിലേക്ക് മനസ്സിലായിട്ടില്ലേ വോയിസിന് രണ്ട് ടെക്സ്ചർ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ മെലഡീസ് കൂടുതൽ പാടിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ റിയാലിറ്റി ഷോയിലൊക്കെ വരുമ്പോൾ എന്തോ റോക്ക് റൗണ്ടോ എന്നൊക്കെ വരുമ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു ബേസ് ടെക്സ്ചർ മറ്റേ അതിരടിക്കാരൻ അതൊക്കെ പാടി എക്സ്പ്ലോർ ഒക്കെ ചെയ്ത് അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. പിന്നീട് അങ്ങനെ ആണെങ്കിലും എന്താ പറയാ ഒരുപാട് അങ്ങനെ ഒരു ഇത് ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഇങ്ങനെ പ്ലേ ബാക്ക് ജേർണി തുടങ്ങിയപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കവേഴ്സൊക്കെ ഞാൻ ചെയ്തിടാൻ തുടങ്ങി. ഒരുപാട് സോഷ്യൽ മീഡിയയിൽ കവേഴ്സൊക്കെ ചെയ്തിടാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് വിഷ്ണു അനിൽ, അവനാണ് എൻ്റെ മ്യൂസിക് പ്രൊഡക്ഷനൊക്കെ കവേഴ്സിൻ്റെ അതെ മ്യൂസിക് പ്രൊഡ്യൂസറാണ്. അപ്പോൾ വിഷ്ണു ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നെ. ഇങ്ങനെ എൻ്റെ വോയിസിൻ്റെ ഒരു യുണീക്നെസ് ഉള്ള കാര്യങ്ങൾ കൂടുതൽ പുട്ട് ഔട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ഇതിലൊക്കെ ഗൈഡ് ചെയ്ത് അങ്ങനെ ഞാൻ ഇടാൻ തുടങ്ങിയിട്ടാണ് എനിക്ക് തോന്നുന്നു ജെയ്ക് സാറിൻ്റെ ഒരു മാനേജർ ഡോൺ വിൻസെൻ്റ് ഉണ്ട്. അപ്പോൾ ഡോൺ ചേട്ടനാണ് എൻ്റെ അങ്ങനെ ഒരു ഫോക്കിഷ് ടച്ചുള്ള സാധനം കേട്ടിട്ട് ജെയ്ക് സാറിൻ്റെ അടുത്ത് എൻ്റെ റെഫർ ചെയ്യുന്നത്. അനില ഇങ്ങനത്തെയും പാടാറുണ്ട്, വേണമെന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പേമാരിയിലേക്ക് ഞാൻ വരുന്നത്. ഞാനിപ്പോൾ അനില പാടിയിരിക്കുന്ന ഒരു കവർ ഇങ്ങനെ പെട്ടെന്ന് ആലോചിക്കുന്നു. അപ്പോൾ അതിങ്ങനെ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ആക്ച്വലി അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഷൽമാലി ഖോൽഗഡെ എന്ന് പറഞ്ഞൊരു സിംഗറിൽ ഇപ്പോൾ പരേഷാൻ പാട്ടൊക്കെ അപ്പോൾ പുള്ളിക്കാരിയുടെ പാട്ടിൻ്റെ അകത്ത് അരിജിത് സിംഗ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞൊരു പോർഷൻ്റെ അകത്ത് ഈ പരേഷാൻ്റെ അകത്ത് കുറച്ച് നെയ്സൽ ഉപയോഗിച്ച് അവിടെ കുറച്ചൊരു പ്ലേഫുൾ ആയിരിക്കും എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നത് ശരിക്കും ഇപ്പോൾ അനില അറിഞ്ഞോ അറിയാതെയോ ഇതൊക്കെ പാട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഇതൊന്നും ഈ കുട്ടി അറിയാണ്ടാണോ പാടിക്കൊണ്ടിരുന്നത്. അതായത് അവനവന്റെ വോയിസിന്റെ റേഞ്ച് എന്തെങ്കിലും അത്ഭുതപ്പെട്ട് നോക്കുമായിരുന്നു. ഇപ്പോ നമ്മൾ ഈ കിളിയെ ഒരു വലിയ പങ്ക് അതിന്റെ കമ്പോസേഴ്സിനും ഉണ്ട് കേട്ടോ. കാരണം നമുക്കൊരിപ്പോ ഒരു ആക്ടർ ഒരു റോളിനെ സമീപിക്കുന്ന പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നു ഒരു സിംഗർ ഒരു പാട്ടിനെ
അപ്രോച്ച് ചെയ്യുന്ന എനിക്ക് തോന്നാറുണ്ട്. കാരണം അതിന്റെ എന്താണ് സിറ്റുവേഷൻ, എന്താണ് ആ പ്ലേ ബാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ മോസ്റ്റ്ലി ലൈക്ക് മോണ്ടേജ് വരുമെങ്കിലും കൂടുതലും ചിലപ്പോൾ ഒരു ക്യാരക്ടറിന് വേണ്ടിയും ശബ്ദം പോലെ നമ്മൾ പാടാറുണ്ടല്ലോ. അപ്പോൾ ആ ക്യാരക്ടർ എന്താണ്, അവരെങ്ങനെയാണ്, സോഫ്റ്റ് ആണോ, ഇത് ഹാർഷ് ആയിട്ടാണോ, ഹാർഡ് ആയിട്ടാണോ, ബോൾഡ് ആയിട്ടാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമ്പോസേഴ്സ് ഒബ്വിയസ്ലി ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മൾ ബേസ് ടോണിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ കിളിയെ തത്തക്കിളിയെ എന്നുള്ള പാട്ടിൻ്റെ അകത്ത് ബേസിലാണ് അനിലയുടെ പോർഷൻസ് തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇപ്പൊ നമ്മള് സ്വീറ്റ് ആണ്, സ്വീറ്റ് ആയിട്ട് ഭയങ്കര അതായത് കുറച്ചും കൂടി താഴ്ത്താണ് തുടങ്ങുന്നത്. അതും അനില തിരിച്ചറിഞ്ഞിട്ടില്ലേ? അതായത് എനിക്ക് ഇത്രയും ബേസിലേക്ക് ചിന്തിക്കുന്നുണ്ടോ ഇതിനെ പറ്റിയൊക്കെ? അല്ല, ബേസ് പാടാൻ പറ്റും എന്നുള്ളത് ഇപ്പൊ പല ഇതിനിപ്പോ ഞാൻ ഒരുപാട് കോറസ് സെഷൻസിനൊക്കെ പോവാറുണ്ട്. ഞാൻ ആ സംശയം കൊണ്ടാണ് ജയിക്സാറിന്റെ കാര്യം ചോദിച്ചത്. അത് തുടരും കഴിഞ്ഞിട്ടാണ് ജയിക്സാറിന്റെ അവിടെ കൂടുതൽ ബാക്കിംഗ് ഇതിനൊക്കെ സാധനങ്ങൾക്കൊക്കെ പോയി തുടങ്ങിയത്. അപ്പൊ ഞാൻ ഇത് അങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് അതും ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. കാരണം കോറസ് എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ വളരെ വേഴ്സറ്റൈൽ ആയിട്ടുള്ള നമ്മൾ ട്രൈ ചെയ്യാത്ത സ്റ്റൈലുകൾ വരും അതില്. ഓൾസോ റേഞ്ച് ചിലപ്പോൾ ഒരു സാധനത്തിന്റെ ബേസ് ഒക്ടേവ് വേണ്ടി വരും, അതിന്റെ തന്നെ ഹൈ ഒക്ടേവ് വേണ്ടി വരും. ഇതൊക്കെ നമ്മുടെ വോക്കൽ എക്സസൈസ് തന്നെയാണ് അപ്പോഴും നടക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് ഓക്കെ, ഇത് നമ്മുടെ സ്ട്രെങ്ത് ആണ് എന്നുള്ളത് റിയലൈസ് ചെയ്തിട്ടുണ്ട് ഒബ്വിയസ്ലി. അടിപൊളി. ഞാൻ അങ്ങനെയൊക്കെ നമുക്ക് ചില കാര്യങ്ങൾ ബോധ്യം പറഞ്ഞു. ഇപ്പോൾ മറ്റൊരാൾ പറഞ്ഞിട്ടും കാര്യമില്ല. ഇപ്പൊ നമ്മളെ തന്നെ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് നിർത്താനായിട്ട് നമുക്ക് തന്നെ ചില കാര്യം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആരും ഇങ്ങനെ പറയായിരുന്നു, നമ്മളുടെ പോസിറ്റീവ്സ് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാമെങ്കിൽ നമ്മുടെ ടെൻഷൻ അവിടെ അവസാനിച്ചു. നമ്മളുടെ റേസിൽ ഒന്നാമതാവണം എന്നുള്ള ടെൻഷൻ പകുതിയോളം അവിടെ കഴിഞ്ഞു. കാരണം നമുക്കറിയാം നമുക്ക് എന്ത് ചെയ്യാം. പക്ഷെ അതിലേക്ക് എത്തുന്നുള്ള എത്തുന്ന ഒരു വലിയ ജേർണി നമ്മൾ നമ്മളെ തന്നെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ടഫസ്റ്റ് ജോലി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് എനിക്ക് തോന്നുന്നത് ARMന്റെ റെക്കോർഡിങ്ങിലേക്കൊന്ന് വരാൻ തോന്നുന്നു. എങ്ങനെയായിരുന്നു അതിന്റെ റെക്കോർഡിങ്ങും? അതേപോലെ ഇവിടെ വെച്ചാണോ ചെയ്തത് അല്ലെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് ചെയ്തിട്ട് അയച്ചു കൊടുക്കുകയായിരുന്നു. റെക്കോർഡിങ് കൊച്ചിയിലായിരുന്നു, പക്ഷെ ഓൺലൈൻ ത്രൂ അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ പാട്ട് ഞാൻ അതിനൊരു 1.5 വർഷം മുന്നേ സ്ക്രാച്ച് പാടിയതാണ്, കിളിയെയും അങ്ങുവാനക്കോണിലൊക്കെ. അപ്പൊ തൊട്ട് ഈ പാട്ടുകളൊക്കെ നമുക്ക് ഒരു പാട്ട് കേൾക്കുമ്പോഴേ ഏകദേശം അറിയാം, അയ്യോ എന്ത് നല്ല മെലഡി എന്ന് പറഞ്ഞ തലയിൽ അപ്പത്തൊട്ട് ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇതിങ്ങനെ ഫൈനൽ പാടാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും വിളിച്ചപ്പോഴത്തേക്കും ഐ സോ ഹാപ്പി. ആൻഡ് അതിന്റെ 5 ലാംഗ്വേജ് പാടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. കിളിയുടെ 5 ലാംഗ്വേജസ് ഞാൻ തന്നെയാണ് ഫീമെയിൽ പാടിയത്. അപ്പോൾ അവരുടെ ദിബുചേട്ടൻ്റെ ടീമിൽ ചാരു ഇവരെല്ലാം വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. ലാംഗ്വേജിന്റെ കാര്യത്തിലാണെങ്കിലും അതിന്റെ ഫീല് പറഞ്ഞു തരുന്നതാണെങ്കിലും ദിബുചേട്ടന് വെരി സ്പെസിഫിക് ആയിട്ട് അറിയാം എന്താണ് നമ്മളിൽ നിന്ന് വേണ്ടത്, അത് നമ്മളിൽ നിന്ന് കിട്ടിച്ചെടുക്കും. നല്ലൊരു വളരെ ഒരു എന്താ പറയുക ബ്രില്യൻസ് ആണ്, വളരെ പെർഫെക്ഷനിസ്റ്റും ആയിട്ടുള്ള ഒരു മ്യൂസീഷ്യനാണ്. അതായിരുന്നു ARMന്റെ ഒരു ജേർണി. മലയാളികൾക്ക് എനിക്ക് തോന്നുന്നു അതിനു മുമ്പ് വരെ അറിയില്ലായിരുന്നു മലയാളി കമ്പോസർ ആണെന്ന് അറിയില്ലായിരുന്നു. തമിഴ് ആണെന്ന് വിചാരിച്ചിരിക്കുന്നു, കോട്ടയംകാരാണെന്ന് അറിയില്ലായിരുന്നു. മലയാളികളൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും വേറൊരു നാട്ടിൽ നിന്ന്. മറ്റേ ഏതൊരു സിനിമയില് ആസിഫ് അലി കെട്ടിയോളാന്റെ മാലാഖയിൽ പറയുന്ന പുറം പാർട്ടിയാന്ന് പറഞ്ഞ പുറം പാർട്ടിയാന്ന് വിചാരിച്ചോണ്ടിരിക്കുക. പക്ഷെ പിന്നെ നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ മുത്താണ്, നമ്മുടെ ആളാണെന്നുള്ളത് മനസ്സിലാവുന്നത്. ഇതുപോലെ തന്നെ നമ്മളിപ്പോ മലയാള സിനിമയിലെ കുറച്ച് അടിപൊളി കമ്പോസേഴ്സിന്റെ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ തന്നെ നമുക്ക് പറയേണ്ട മറ്റൊരു പേരാണ് ജസ്റ്റിന്റെ പേര്. ദുപ്പട്ടാവാലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനിലയ്ക്ക് ഇപ്പൊ പേമാരി നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ARMലെ പാട്ടിന്റെ കാര്യം പറഞ്ഞു, ഇതുപോലെ തന്നെയാണ് ദുപ്പട്ടാവാലിയും ട്രെൻഡായത്. എങ്ങനെയാണ് ജസ്റ്റിനാണോ വരുന്നത്, അല്ലെങ്കിൽ ജസ്റ്റിൻ വേറെ ഏതെങ്കിലും പാട്ട് കേട്ടിട്ട് വന്നാണോ, എങ്ങനെയാണ് സംഭവിക്കുന്നത്? ആ കഥ എങ്ങനെ സംഭവിക്കുന്നു? ജസ്റ്റിൻ ചേട്ടന്റെ ഫസ്റ്റ് മൂവി ഞണ്ടുകളുടെ നാട്ടില് ഇടവേളാതെ ആ ഒരു ടൈം തൊട്ട് തന്നെ എനിക്ക് അതിലെ ഒരു പാട്ട് ഭയങ്കര ഫേവറേറ്റ് ആണ്. നനവേറെ തന്നിട്ടും ഈ ഭയങ്കര ഫേവറേറ്റ് ആണ്. അപ്പൊ തൊട്ട് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റിൻ ചേട്ടൻ ഇതിന്റെ കവറൊക്കെ ഞാനും ചെയ്ത് ജസ്റ്റിൻ ചേട്ടൻ അത് ഷെയർ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് എല്ലാരെയും ഞാൻ ഇങ്ങനെ വർക്ക്സ് ഒക്കെ അയച്ചു കൊടുത്ത് ശല്യപ്പെടുത്താറുണ്ട് ഇടയ്ക്ക്. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ മേ ബി നോട്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നിരിക്കാം. അപ്പൊ അങ്ങനെയാണ് ഒരു ദിവസം ജസ്റ്റിൻ ചേട്ടന്റെ കോൾ, അത് പേമാരിക്കൊക്കെ മുന്നേ ആണ് ഇത് പാടുന്നത്, കോള് വന്നു. അപ്പൊ നമുക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. അന്ന് എനിക്ക് ഐഡിയ ഇല്ലത് എന്താണ്, ആരാ കൂടെ പാടുന്നത്, അന്ന് മെയിൽ വോയിസ് ഒന്നും എടുത്തിട്ടില്ല. അപ്പൊ ഞാൻ അവിടെ ഇരുന്നോളൂ, വളരെ കാമായിട്ട് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ട്രൈ ഔട്ട് ചെയ്ത വേർഷനാണ് ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നത്. സഞ്ജിത്ത് ഉണ്ടെന്ന് ആദ്യമേ അറിയായിരുന്നു? ഇല്ല അന്ന് ഞാൻ പോകുന്ന സമയത്ത് ഇതാരാണ് മെയിൽ വോയിസ് പാടിയിട്ടില്ല. അപ്പൊ എന്തോ ഒരു സ്ക്രാച്ച് വേർഷൻ മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ ആദ്യം ഫീമെയിൽ വോയിസ് ആയിരുന്നു ജസ്റ്റിൻ ചേട്ടൻ്റെ സ്റ്റുഡിയോയിൽ വെച്ച് എടുത്തത്. പിന്നീട് മൂവി റിലീസ് ആവുന്നതിന് ഒരു 1 വീക്ക് മുന്നേ
വിളിച്ചിട്ട് അതേ നമ്മൾ അന്ന് ചെയ്തൊരു സാധനം ഓർമ്മയുണ്ടോ, അത് ദേ വരാൻ പോവാണ്, അപ്പൊ ഞാൻ ഇനി ഒന്നുകൂടെ പറഞ്ഞു നോക്കും എന്താന്നൊക്കെ ഞാൻ ചോദിച്ചു. ഇല്ല സെറ്റാണ്, അത് മതി, വി ആർ ഓൾ ഹാപ്പി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണത് റിലീസായത്. സഞ്ജിത്തിന്റെ അടുത്ത് സംസാരിച്ചിരുന്നു അത് കഴിഞ്ഞിട്ട്? അതായത് നിങ്ങളുടെ ഒരു റീയൂണിയൻ ആണല്ലോ. അതെ അതെ അതെ, സഞ്ജിത്തിന്റെ അടുത്ത് ഇത് കഴിഞ്ഞിട്ട് സംസാരിച്ചു. ഓൾസോ വി ആർ സോ ഹാപ്പി, ഞങ്ങൾക്ക് ഒരു മഴവിൽ മ്യൂസിക് അവാർഡിൽ ബെസ്റ്റ് ഡ്യുവറ്റ് ഓഫ് ദ ഇയർ അവാർഡ് ദുപ്പട്ടാവാലിക്കാണ്. അപ്പൊ ഞാനും സഞ്ജിത്തും കൂടെ അത് പെർഫോമും ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ഒരു ഗെറ്റ് ടുഗദർ റീയൂണിയൻ ആയിരുന്നു അത്. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോ നമ്മുടെ സംസാരം അനിലയുടെ ഒരു പ്രാക്ടീസ് സെഷൻ പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദുപ്പട്ടാവാലിയും കൂടി പാടാന്ന് എനിക്ക് തോന്നുന്നു. ഏതെങ്കിലും അതിനകത്ത് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പോർഷൻ? ഞാനും നീയും രാവും അമ്പിളിയും മൂടൽ മഞ്ഞും ചൂടിൻ കമ്പിളിയും കാറിൽ പാടും പാട്ടിൻ വരിയാകെ ഞാനും തേടും നമ്മെ അതിലാകെ പാത്ത് വന്നു ചൊല്ലുമെൻ്റെ കാതിലിങ്ങനെ കേട്ട പാട് ഉള്ളിതെൻ്റെ പൂത്തതെങ്ങനെ തൊട്ടപാടെ ദുപ്പട്ടാവാലേ തൊട്ടപാടെ ഉള്ളാകെ ഭോലി ഭാലി കയ്യാകെ മിന്നി മിന്നി രംഗോലി കണ്ണാകെ പൂക്കട പൂത്തിരി ദിവാലി. ഞാൻ ഇങ്ങനെ ആലോചിക്കരുത് ഇപ്പോ അതിലെ ഇപ്പോ ഈ ഇടയിട്ട് പാടുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ റോയിലെല്ലാം ഹിറ്റ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള സുൽത്താനും പൊമ്പൻ തരംഗമായിട്ട് നിൽക്കും. നമുക്ക് സുൽത്താനിലേക്ക് വരാം. അതിന് മുമ്പ് ചോദിച്ചോട്ടെ, സോഷ്യൽ മീഡിയ വളരെ കാര്യമായിട്ട് ഫോളോ ചെയ്യുമെന്ന് പറഞ്ഞില്ല. അപ്പോൾ എന്താണ് സോഷ്യൽ മീഡിയയെ കുറിച്ചുള്ള ഒരു ടേക്ക് എന്താണ്? അതായത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ആർട്ടിസ്റ്റിന്? അനിലയുടെ ജേണിക്ക് എത്രത്തോളം അത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു? ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഇനിഷ്യൽ ഡേയ്സ് പറഞ്ഞ പോലെ ചെന്നൈയിലായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ഒരുപാട് പേരെ പോയി മീറ്റ് ചെയ്തും മെയിൽ അയച്ചു കൊടുത്തും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ സോഷ്യൽ മീഡിയ വന്നതോടെ എനിക്ക് തോന്നുന്നു ഒരു ആർട്ടിസ്റ്റിനെ അവരുടെ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ അവരെ ഒരു ഫൈൻഡ് ചെയ്യാനുള്ള ഒരു സംഭവം വളരെ ഈസി ആയി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു കമ്പോസറിന് ഒരു ന്യൂ വോയിസ് വേണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇഷ്ടംമാതിരി ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഗ്രോത്തിനും ഞാൻ കവേഴ്സ് പറഞ്ഞല്ലോ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ എൻ്റെ ഒരു സിഗ്നേച്ചർ കൂടെ പാടിയിടാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ മേ ബി അതും ഒക്കെ കേട്ടിട്ടായിരിക്കണം കുറേ ഓപ്പണിങ്സും അങ്ങനെ ചാൻസസും ഒക്കെ വന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഏതൊരു ആർട്ടിസ്റ്റിനാണെങ്കിലും ഈവൻ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിഷ്യൻസിനാണെങ്കിലും പ്ലേ ബാക്ക് അല്ലാണ്ട് ഇപ്പോൾ ഫിലിം അല്ലാണ്ട് ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഇതിലാണെങ്കിലും സോഷ്യൽ മീഡിയ കൊണ്ട് ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ ഉണ്ട്. സോ അത് ഡെഫിനറ്റ്ലി ഒരു ബ്ലെസ്സിങ് തന്നെയാണ് ഇന്നത്തെ കാലത്തെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായാലും ഇപ്പം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം പറയുമ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച നേരത്തെ പറഞ്ഞ സുൽത്താനാണ്. അതായത് ഈ ആടിന്റെ എല്ലാ 1, 2, 3 ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സെലിബ്രേഷൻ പാട്ടുണ്ട്. അപ്പോൾ ആട് 3 വരുമ്പോഴും അല്ലെങ്കിൽ ആട് 3 ഫസ്റ്റ് പാർട്ട് വരുമ്പോഴും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്തൊരു ആഘോഷപ്പാട്ട് ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു പാട്ടിലേക്ക് അനില വരുന്നത്? അതേപോലെ തന്നെ ഇപ്പൊ പാട്ട് ഭയങ്കര ട്രെൻഡായിട്ട് നിൽക്കുകയാണ്. അപ്പൊ അതിനെ കുറിച്ച് എന്താ തോന്നുന്നത്? ആ ഒരു സന്തോഷം എങ്ങനെ പങ്കുവെക്കുന്നത്? ഒത്തിരി എന്താ പറയാ, എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത അത്ര സന്തോഷമുണ്ട്. സ്പെഷ്യലി ആട് തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ സുൽത്താൻ ശരിക്കും എല്ലാവരും വരുന്ന ഒരു കമന്റ് എന്ന് പറഞ്ഞാൽ അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു കംപ്ലീറ്റ് ആവുള്ളൂ എന്നാണ്. അപ്പോൾ എനിക്കിപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും സുൽത്താൻ സോങ്ങിന് അതിൻ്റെ കൂടെ തിയേറ്ററിൽ ഡാൻസ് വെക്കുന്ന ഒരുപാട് ആൾക്കാരുടെ വീഡിയോസും ഒക്കെ ഇപ്പോൾ വൈറലാവുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ ഒരുപാട് സന്തോഷം. ഇത് പാടുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഷാനിക്കയായിട്ട് ഞാൻ മുന്നേ കരം ബൊബയുടെ ഇത് അങ്ങനെ കുറച്ച് ഇത് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പക്ഷെ ഇത് ഷാനിക്ക വളരെ പെട്ടെന്ന് ഒരു ഡാൻസ് നമ്പർ ഉണ്ട് ഇങ്ങനെ ഒരു പടത്തിലാണ് എന്ന് പറഞ്ഞു. അപ്പൊ ആട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആട് 1 ഞാൻ ഷാജി പാപ്പനും എല്ലാരെയും ഭയങ്കരമായിട്ട് ഫോളോ ചെയ്ത ഒരാളാണ്. അപ്പൊ എനിക്കും ക്യൂരിയോസിറ്റി ആയി. പക്ഷെ ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഷാനിക്ക പറഞ്ഞുള്ളൂ.
അപ്പോൾ നമ്മളങ്ങനെ വലിയ എക്സ്പെക്ടേഷൻ വെച്ചില്ല. പക്ഷെ ഞാൻ പെട്ടെന്ന് അത് ഒരു നൈറ്റ് ആയിരുന്നു അതിൻ്റെ റെക്കോർഡിങ്, പെട്ടെന്ന് പാടി. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ന്യൂസ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഷാനിക്ക ഇത് ഇറങ്ങുന്നതിന് കുറച്ച് ദിവസം മുന്നേ ആണ് വിളിച്ച് പറയുന്നത് അത് ട്രയൽ തന്നെ ഫൈനലായിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ആൻഡ് ഇത് വേദിക മാം ആണ് ഇതിൻ്റെ ഡാൻസ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ. എനിക്കൊന്ന് പാട്ട് റിലീസ് ചെയ്യുന്നതിന്, വീഡിയോ റിലീസ് ചെയ്യുന്നതിന് 2-3 ദിവസം മുന്നേ ആണ് ഞാൻ അറിയുന്നത്. ആൻഡ് ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ കിടുങ്ങിപ്പോയി. സോങ്ങും ഞാൻ പാടുമ്പോൾ ഒരു സ്ക്രാച്ച് വേർഷൻ ആയിരുന്നു. അത് ഫൈനൽ വന്നപ്പോൾ അത് ഷാനിക്ക അത് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ റിച്ച് ആക്കിയിട്ടുണ്ട്. ആൻഡ് വേദിക മാം എന്താ തിമിർത്ത് ഡാൻസ് കലക്കിയിട്ടുണ്ട്. ഐ എം സോ ഹാപ്പി ഇങ്ങനെ ഒരു റിസപ്ഷൻ ഇതിന് കിട്ടിയതിൽ. ഇപ്പോൾ അനിൽ പറഞ്ഞപ്പോഴേ, അതായത് നമ്മളുടെ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഏറ്റവും, നമ്മുടെ ഇൻഡസ്ട്രി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗത്ത് ഇന്ത്യൻ മ്യൂസിക് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ പോരാ, ഇന്ത്യൻ സിനിമ മ്യൂസിക് ഇൻഡസ്ട്രിയിൽ തന്നെ തിളങ്ങി നിൽക്കുന്ന ആളുകളുടെ കൂടെയാണ് ഇപ്പോൾ അനില വർക്ക് ചെയ്ത എല്ലാവരും തന്നെ. ഇപ്പോൾ ജെയ്ക്സൈഡിൻ്റെ കാര്യം പറഞ്ഞു, ജസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു, ഷാനിക്കയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇവരൊക്കെ വളരെ വലിയ ഇൻഫ്ലുവൻസും ആയിട്ടുണ്ടാവും. അത് ഇവർ വർക്ക് ചെയ്യുന്ന രീതിയാണെങ്കിലും, ഒരു മെലഡീസ് ഉണ്ടാക്കുന്ന രീതിയാണെങ്കിലും, ഇവർ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന സ്റ്റൈലാണെങ്കിലും ഒക്കെ ഇൻഫ്ലുവൻസ്ഡ് ഉണ്ടാവുമല്ലോ. എന്ന് പറയുന്ന പോലെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസുള്ള മറ്റ് സംഗീത സംവിധായകർ, മറ്റ് മ്യൂസീഷ്യൻസ് ഒക്കെ ആരൊക്കെ ആയിരിക്കും? മോസ്റ്റ്ലി ഏത് സിംഗേഴ്സിനോട് ചോദിച്ചാലും ഒരു പേര് എന്തായാലും വരും, ദാറ്റ് ഈസ് എ ആർ റഹ്മാൻ. നമ്മളൊക്കെ ചൈൽഡ്ഹുഡ് ദൈവം എന്ന് പറയാൻ, നമ്മുടെയൊക്കെ ചൈൽഡ്ഹുഡ് മെമ്മറബിൾ ആക്കിയത് അദ്ദേഹത്തിന്റെ പാട്ടുകൾ തന്നെയാണ്. സോ അതൊരു ഡ്രീമാണ്. എൻ്റെ ഏറ്റവും കൂടുതൽ എനിക്ക് ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് റഹ്മാൻ സാറിൻ്റെ സോങ്സ് തന്നെയാണ്. അത് കേട്ടാണ് എല്ലാവരും നമ്മൾ വളർന്നിരിക്കുന്നത്. സോ അങ്ങനെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി അതാണ്, റഹ്മാൻ സാറാണ്. ഇപ്പോൾ നമ്മളെ അനില ഇങ്ങനെ റഹ്മാൻ സാറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിക്കായിരുന്നു, കുറേ നാൾ മുന്നേ സൺ ടി വിക്ക് വേണ്ടിയാന്ന് എനിക്ക് തോന്നുന്നു അനില ഒരു വിജയ് ആന്റണി ഒരു ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളം. ഞാൻ വിചാരിച്ചില്ല ഇത്രയും വിജയ് ആന്റണി ഫാൻസ്, അതായത് വിജയ് ആന്റണി ഭക്ത് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുത്താൻ ഇത്ര ആൾക്കാരുടെ ഞാൻ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അനിൽ അത് കഴിഞ്ഞിട്ട് ആ വീഡിയോ പബ്ലിഷ് ചെയ്യണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരുപാട് ലൈക്ക് ഉണ്ട്, കമന്റ്സിന്റെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വിജയ് ആന്റണി സാറ് അത്രയും നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരുപാട് സിനിമകൾ ചെയ്യാത്തതിന്റെ പരിഭവം ഉണ്ട് ആളുകൾക്ക്. അപ്പൊ അന്ന് ആ ഒരു ട്രിബ്യൂട്ട് ചെയ്ത് നേരിട്ട് കണ്ട് അദ്ദേഹം പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ടല്ലോ, ഞാൻ പോലും കിടുങ്ങിപ്പോയെന്നൊക്കെ. എന്താണ് അന്ന് അങ്ങനത്തെ അത്രയും നല്ലൊരു ട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുള്ള കാരണം എന്താണ്? ഐ മീൻ എങ്ങനെയാണ് എല്ലാ പാട്ടുകളും വന്നു, അദ്ദേഹത്തിന്റെ നാൾ വഴിയിലുള്ള എല്ലാ പാട്ടുകളും വന്നു എന്ന്, അതെങ്ങനെ സംഭവിച്ചു? ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ കേൾക്കാറുള്ള മറ്റ് ജോൺറസ് ഓഫ് മ്യൂസിക്കും കൂടി പറഞ്ഞ് നമുക്ക് ഈ ഒരു സംസാരം അങ്ങനെ കൊണ്ടുപോകാൻ തോന്നുന്നു. ഇതിൻ്റെ വിജയ് ആന്റണി ട്രിബ്യൂട്ടിൻ്റെ ക്രെഡിറ്റ് എന്നെക്കാട്ടിൽ കൂടുതൽ ആ സോങ് സെലക്ഷന് പോകേണ്ടത് എൻ്റെ ഫ്രണ്ട് ആൻഡ് ആ ഒരു സെഷൻ്റെ പിയാനിസ്റ്റ് ആൻഡ് അറേഞ്ചർ ആയിരുന്നു മാരിശക്തി എന്ന് പറഞ്ഞ KMലെ റഷ്യൻ പിയാനിസ്റ്റ് ഒക്കെ ആണ്. സോ അവനാണ് ഇതിൻ്റെ ക്രെഡിറ്റ് മോസ്റ്റ്ലി പോകേണ്ടത്. ഞാൻ ചെന്നൈയിലായിരിക്കുന്ന സമയത്താണ്. അപ്പോൾ ആസ് എ മലയാളി എനിക്ക് അദ്ദേഹത്തിൻ്റെ എല്ലാ സോങ്സും ഫെമിലിയർ ആയിരുന്നില്ല. അപ്പോൾ ശക്തിയാണ് വളരെ റൈറ്റായിട്ട് എനിക്ക് പറ്റിയ, എൻ്റെ വോയിസിനും കൂടെ സ്യൂട്ട് ആവുന്ന കാര്യങ്ങള്, മെലഡിയും ഉണ്ട് അതിനകത്ത്, നാക്കുമുക്കും ഉണ്ട്, എല്ലാം ഉണ്ട്. അതെ. അത് വളരെ പെട്ടെന്നായിരുന്നു അത് ഡിസൈഡ് ചെയ്ത്. എനിക്കൊന്ന് ഒരു നെക്സ്റ്റ് ഡേ അതിന്റെ ഷൂട്ടായിരുന്നു. ആൻഡ് നമുക്കും ടെൻഷൻ ഉണ്ടായിരുന്നു, ഒട്ടും പ്രിപ്പയർ ചെയ്യാൻ അധികം സമയം കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷെ അത് ബ്രില്യൻ്റ് ഒരു അക്സെപ്റ്റൻസ് ഭയങ്കരമായിരുന്നു അതിൻ്റെ. വിജയ് ആന്റണി സാർ ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ നമ്മുടെ ആക്ടർ വിജയുടെ അച്ഛൻ, അദ്ദേഹവും അവിടെ ഗസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. വിജയ് ആന്റണി സാറ് വളരെ വലിയൊരു കോംപ്ലിമെന്റ് ആയിരുന്നു ഇതിന് പറഞ്ഞ. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ പാട്ട് ഇത്ര നന്നായിട്ട് അറേഞ്ച് ചെയ്ത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി എന്ന് പറഞ്ഞു. പിന്നീട് സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഒരു മെഡ്ലി ആ ഒരു ടൈമിൽ കുറെ ഇങ്ങനെ വൈറലായിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒരുപാട് കഷ്ണം. അതെ. സീനാണ്. അതായത് നമ്മളൊരു കാര്യം ചെയ്താൽ മാത്രം പോരല്ലോ, അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം. അതിന്റെ കമ്പോസർ തന്നെ അതിരുന്നിട്ട് കേൾക്കുകയും അദ്ദേഹത്തിന്റെ കണ്ണ് നിറയുന്ന ഒരു പോയിന്റ് ഒക്കെ ഉണ്ട് ആ വീഡിയോയിൽ. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നൊരു വർക്ക് അത് കുറ്റം പറയാൻ എളുപ്പമാണ്, പക്ഷെ അത് കണ്ട് ആസ്വദിക്കുക, അത് കണ്ട് ഇഷ്ടപ്പെടുക, നമ്മളോട് നല്ല വാക്ക് പറയുക. അവിടുത്തെ ക്രൗഡ് ആണെങ്കിലും അവസാനം നമ്മൾ ഫാസ്റ്റ് നമ്പേഴ്സിലേക്കൊക്കെ എത്തിയപ്പോൾ ആക്കിയപ്പോ എല്ലാരും ഡാൻസ് തുടങ്ങിക്കഴിഞ്ഞു. അവിടെ ഭയങ്കര എൻജോയിങ് ആണല്ലോ അവിടുത്തെ, അങ്ങനെ ക്രൗഡും അടിപൊളിയായിരുന്നു.
വേറെ ഏതാണ് ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ കേൾക്കുന്ന ജോൺറാസ് ഓഫ് മ്യൂസിക് ഏതൊക്കെ ആയിരിക്കും? ഞാൻ കുറച്ചാൾ ഹിന്ദുസ്ഥാനിയും പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, എൻ്റെ അച്ഛൻ ഭയങ്കര ഒരു പഴയ ഹിന്ദി പാട്ടിന്റെ ഫോളോവറാണ്. അച്ഛൻ ഒരുപാട് കാസറ്റ്സും കളക്ഷനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എൻ്റെ കൊച്ചിലേ തൊട്ട് ഹിന്ദി പാട്ടുകൾ, ലതാജിയുടെ ആവട്ടെ അങ്ങനത്തെ പാട്ടുകൾ കേട്ടാണ് ഞാൻ വളർന്നത്. സോ അതെന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഗസൽസ് ആണെങ്കിലും ഇതൊക്കെ കേൾക്കാൻ ഇഷ്ടമാണ്. ഹിന്ദുസ്ഥാനി ഞാൻ കുറച്ചാലും പഠിച്ചിരുന്നു. പിന്നെ ഇപ്പൊ കർണാട്ടിക് പഠിക്കുന്നത് ശ്രീവത്സൻ മേനോൻ സാറിന്റെ അടുത്താണ്. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ജോണേഴ്സ് കേൾക്കാൻ ശ്രമിക്കാറുണ്ട്. ഈവൻ വെസ്റ്റേൺ അഡയിൽ എൻ്റെ ഒരു ഫേവറേറ്റ് സിംഗറാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഡിഫറെന്റ് സിംഗേഴ്സിനെ കേൾക്കാനും പല പല കൈൻഡ് ഓഫ് വോക്കൽസ് സ്റ്റൈൽസ് കേൾക്കാനും ഒക്കെ ശ്രമിക്കാറുണ്ട്. നമ്മൾ പ്ലേ ബാക്കിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണമല്ലോ. അപ്പോൾ അതിന് ട്രൈ ചെയ്യാറുണ്ട്. വേഴ്സറ്റാലിറ്റി കൊണ്ടുവരാൻ ട്രൈ ചെയ്യാറുണ്ട്. വേഴ്സറ്റാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കാണ് ഇപ്പോൾ നമ്മള് അതിലെ പലയിടത്ത് ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട്, സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലായിരിക്കും പെട്ടെന്ന് കാണുന്നത്. അത് വേറൊരു തരത്തിലുള്ളൊരു പാട്ടായിരിക്കും. അത് കഴിയുമ്പോഴത്തേക്കും 2 ദിവസം കഴിയുമ്പോൾ അതിലൂടെ ഒരു മെലഡി റിലീസാവും. കഴിയുമ്പോഴത്തേക്കും ഒരു ഇന്ത്യ പാട്ട് പെട്ടെന്ന് റിലീസാവും. അപ്പൊ അതൊരു പമ്പൻ സംഭവങ്ങളാണ് ഇതിന്റെ ഇടയിൽ കൂടി നടക്കുന്നതെന്ന് പറഞ്ഞോട്ടെ. ഒപ്പം തന്നെ ലോക്കയിലേക്കും കൂടി നമുക്കൊന്ന് എത്തണം. ലോക ആക്ച്വലി അത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നേരത്തെ പേമാരിയുടെ കാര്യം പറഞ്ഞ പോലെ വേറൊരു പാൻ ഇന്ത്യൻ ഒരു ഹിറ്റ് ആയിരുന്നു നമ്മുടെ. എങ്ങനെയാണ് ലോക ഒബ്വിയസ്ലി ജെയ്ക്ക് ചേട്ടൻ തന്നെ ഒരു കമ്പോസിഷൻ ആണ്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ ആ പടം തുടങ്ങുന്ന തന്നെ എനിക്ക് തോന്നണ അല്ലെ മെയിൻ സംഭവങ്ങൾ. ടീസർ ആദ്യമായിട്ട് ലോകയുടെ ടീസർ മൂവി ഇതിനൊക്കെ നെക്സ്റ്റ് മൂവി എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ കാണിക്കുമല്ലോ. അപ്പൊ ട്രെയിലറൊക്കെ വരുമ്പോ ആദ്യം ഇങ്ങനെ ആ സംഭവം പാടിയത് എൻ്റെ വോയിസ് ആയിരുന്നു. പിന്നീട് അത് ത്രൂ ഔട്ട് ഒരു ടീം വർക്കാണ് കേട്ടോ. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ അവിടെ ഒരു ടീമായിട്ട് ഒരുപാട് സിംഗേഴ്സ് ഉണ്ടായിരുന്നു. അത് ഒരു പവർ പാക്ഡ് ഒരു വുമൺ പവർ കാണിക്കുന്ന ഒരു സാധനമാണല്ലോ. അപ്പോൾ അങ്ങനെ വേൾഡ് ഓഫ് ലോക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ട്രാക്ക്, ഓ ജഗലേ ജാഗക്കാരേ, അതൊക്കെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ആൻഡ് ഞാനും എൻ്റെ ഫ്രണ്ട് ആവണി മൽഹാർ, ഞങ്ങൾ രണ്ടുപേരും ഇതിനകത്ത് വാക്കിയത്. അപ്പോൾ അതെ, പള്ളിച്ചട്ടമ്മിൽ പാടിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടും അടുത്തടുത്തിരുന്നാണ് ഈ മൂവി കണ്ടത്. അപ്പോൾ ഞങ്ങൾ പാടിയ സാധനങ്ങളൊക്കെ വരുമ്പോ നമുക്ക് തന്നെ ഗൂസ് ബംസ് ആയിരുന്നു. രണ്ട് ഫ്രണ്ട്സും അല്ലെങ്കിൽ എന്താ പറയാ സുഹൃത്തുക്കൾ രണ്ടുപേരും ഇപ്പോ ഹിറ്റുകൾ അടിച്ചോണ്ടിരിക്കുകയാണ്. എന്തായാലും നല്ല ഭയങ്കര രസമുള്ളൊരു കോൺവെർസേഷൻ ആയിരുന്നു. ഹിറ്റുകൾ ഇതുപോലെ തന്നെ അടിച്ചോണ്ടിരിക്കുക. നല്ല നല്ല കോമ്പോസിഷൻസ്, നല്ല നല്ല പാട്ടുകൾ തേടി എത്തട്ടെ എന്ന് വീണ്ടും ആശംസിക്കുന്നു. പിന്നെ അനിലയുടെ കാര്യം എനിക്ക് എപ്പോഴും തോന്നിയിരിക്കുന്നത്, അനില ഒരു കാര്യം ചെയ്ത് അതിന്റെ ഒരു രസം കഴിഞ്ഞങ്ങ് വിട്ടുകളയുന്ന ആളല്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കണ്ടിന്യൂസ്ലി ശ്രമിക്കുന്ന ആളാന്ന് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ ശ്രമം നടന്നുകൊണ്ടിരിക്കട്ടെ. വീണ്ടും വളരെ സ്നേഹത്തോടു കൂടി. എനിക്കൊന്നും ഈസി ആയിട്ട് കിട്ടിയ ഒരാളല്ല. നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ്, എനിക്കൊന്ന് ഒരുപാട് വർഷങ്ങളുടെ ഒരു ശ്രമം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഈ ഹിറ്റ്സ് ഒക്കെ വരുന്നത്. അതിന് മുന്നേ കുറെ പേര് അറിയത്തു പോലും ഇല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഈ ലിവിങ് ടുഗദർ ഇറങ്ങിയ സമയത്ത് അത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഇല്ല, അത് കഴിഞ്ഞിട്ട് പോകാതെ വന്നപ്പോഴത്തേക്കും, അതായത് പാട്ട് വളരെ കാര്യമായിട്ട് കേൾക്കുന്ന ആൾക്കാരാണ് ആ പാട്ട് കേട്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് ARMലാണെന്ന് തോന്നുന്നു. പിന്നെ ഒരു അല്ലെ അത് കഴിഞ്ഞിട്ടല്ലേ ARMലൊക്കെയാണ് ശരിക്കും ഇങ്ങനെ ഒരാള് മലയാളി കൊള്ളാം. ആ ഒരു ഓട്ടം അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് പ്ലഷർ ടോക്കിംഗ് വിത്ത് യു. താങ്ക് യു.